നെരൂദയെ പോലുള്ള കവികൾ എനിക്ക് തോന്നുന്നത് എല്ലാ കാലത്തും പല രീതികളിൽ വായിക്കപ്പെടുമെന്നാണ്. നെരൂദയെ പോലെയല്ല, ആ തരത്തിൽ വളരെ വിവിധങ്ങളായ രീതികളിൽ മനുഷ്യരുടെ വികാരങ്ങളെയും ഭാവങ്ങളെയും മനുഷ്യാവസ്ഥകളെയും ആവിഷ്കരിച്ചിട്ടുള്ള കവികളെല്ലാം, നെരൂദ മാത്രമല്ല, ആശാനും വൈലോപ്പിള്ളിയും എടശ്ശേരിയും ഒക്കെ അതേപോലെ പല കാലത്ത് പല രീതികളിൽ വായിക്കപ്പെടാനുള്ള സാധ്യതകൾ നമുക്ക് തന്നുകൊണ്ടാണ് വിട പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രണയ കവിതകൾക്കാവാം ചിലർ പ്രാധാന്യം നൽകുന്നത്, ചിലർ രാഷ്ട്രീയ കവിതകൾക്കാകാം, മറ്റു ചിലർ അവസാനം എഴുതിയ ഈ ചെറിയ വസ്തുക്കൾക്ക് വേണ്ടി, വസ്തുക്കളെക്കുറിച്ച് അദ്ദേഹം എഴുതിയ കവിതകൾക്കാവാം പ്രാധാന്യം നൽകുന്നത്. വാസ്തവത്തിൽ എല്ലാ കവികളിലും പല കവികളും ഉണ്ട് എന്ന് എനിക്കൊരു സിദ്ധാന്തം തന്നെയുണ്ട്. നെരൂദയിലും ഇത്തരത്തിൽ പല കവികളെ, പല സ്വരം, നമ്മുടെ ബഹുസ്വരതയാണ് നമ്മുടെ പൊതുവായ വിഷയം. നെരൂദയിൽ തന്നെ അനേകം സ്വരങ്ങളുണ്ട്. ഓരോ കവിയെയും ശ്രദ്ധിച്ചാൽ ആ കവികളിൽ പല സ്വരങ്ങളുണ്ട് എന്ന് നമുക്ക് കാണാം. പല ഭാഷകളുണ്ട്, പല ശൈലികളുണ്ട്, പല സ്വരങ്ങളുണ്ട്. അതുകൊണ്ട് ഓരോ കാലത്തും വലിയൊരു കവിയാണെങ്കിൽ ആ കവിയുടെ കവിത ഓരോ കാലത്തും ശ്രദ്ധിക്കപ്പെടും. പക്ഷെ ഒരേ കാരണം കൊണ്ടാവില്ല, അതിൻ്റെ കാരണങ്ങൾ പലപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ആശാന്റെ ദുരവസ്ഥയാണ് ഏറ്റവും മഹത്തായ കവിത എന്ന് കരുതപ്പെട്ടിരുന്ന, ഇപ്പോഴും ചിലർ കരുതുന്നുണ്ടാവും, ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് നളിനിലേക്കും ലീലയിലേക്കും ഒരുപക്ഷെ അവയെക്കാളേറെ കരുണയിലേക്കുമൊക്കെ ഇന്നത്തെ നിരൂപകരും ആസ്വാദകരും ഒക്കെ കൂടുതലായിട്ട് നീങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പക്ഷെ ആശാൻ അപ്പോഴും പ്രസക്തനായി തുടരുകയും ചെയ്യുന്നു. ഇതൊരു പക്ഷേ എല്ലാ കവികളെക്കുറിച്ചും, പ്രധാനപ്പെട്ട കവികളെക്കുറിച്ചും പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്.